ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ സോണു സൂദിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നത്. സോണു, ഇക്കാര്യം സത്യമാണോ? താങ്കളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ കടയിൽ താങ്കൾക്ക് തുണി അളക്കാനുള്ള ജോലി തന്നെന്ന്, പിന്നെ താങ്കൾ എഞ്ചിനീയർ ആണോന്ന് പറഞ്ഞുകൊണ്ട് കടയിലെ ജോലി വിട്ടിട്ട് പോയെന്നും കേട്ടു. എൻ്റെ അച്ഛൻ എപ്പോഴും പറയും അത് പഠിത്തം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നാഗ്പൂരിലോട്ട് എഞ്ചിനീയറിംഗ് ചെയ്യാനായിട്ട് പോയിരുന്നു. ഞാനങ്ങനെ വിചാരിച്ചില്ല, അതായത് തിരിച്ച് ഞാനൊരു ആക്ടർ ആവുമെന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ വന്നിരിക്കുമെന്നൊക്കെ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമെന്നൊക്കെ. താങ്കൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോയി? അതെ. പക്ഷേ താങ്കൾ ടിക്കറ്റ് ഇല്ലാതെ മുംബൈയിലേക്ക് വന്നു ചേർന്നു. അൺറിസർവ്ഡ് ടിക്കറ്റിലാണ് പോയത്. പിന്നെ അവിടെ ചെന്ന ടിക്കറ്റ് മേടിച്ചതൊക്കെ റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു മൂലയിൽ ഇരുന്നുകൊണ്ടാണ് മുംബൈക്ക് വന്ന് ചേർന്നതൊക്കെ. TTR പിടിച്ചോ? TTക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് ഞാൻ പോയൊരു മൂല കുത്തിപ്പിടിച്ചിരുന്നു അങ്ങോട്ട്. പിന്നെ മുംബൈയിൽ വന്നതിന് ശേഷവും താങ്കൾ വാച്ച്മാന് പൈസ കൊടുത്തിട്ട് സ്റ്റുഡിയോക്കകത്തേക്ക് പോയി അല്ലേ? ഫിലിം സിറ്റിയിലോട്ട് പോയപ്പോൾ ജനങ്ങൾ പറഞ്ഞത് ഉള്ളിലോട്ട് അലവ് ഇല്ലെന്നൊക്കെയാ. പിന്നെ ഞാൻ കുറച്ച് ആക്ടറിനെ പോലെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങോട്ട് ഒരു എൻട്രി തന്നേക്കെന്നും പറഞ്ഞ്, പക്ഷേ അവസാനം എന്നെ അവിടെ ഫിലിം സിറ്റി പിടിച്ചു നിർത്തി. ഫിലിം സിറ്റിയിൽ പോകണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഒരു 15-20 മിനിറ്റ് അങ്ങനെ തന്നെ പിടിച്ചു നിന്നുകൊണ്ടിരുന്നു. 200-400 രൂപ കൊടുത്താണ് ഞാൻ അങ്ങോട്ട് കയറിപ്പോയതൊക്കെ. സെറ്റിലോട്ട് ഞാൻ കയറിപ്പോയപ്പോൾ എന്താ വിചാരിച്ചോണ്ടിരുന്നതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഈ ഷൂട്ടിംഗ് ഒക്കെ പൊക്കോണ്ടിരുന്നു. അവിടെ വെറുതെ പോയി നിൽക്കുമ്പോൾ ഡയറക്ടർമാരാരെങ്കിലും കണ്ട് കാണുമ്പോൾ കുറച്ച് ആക്ടറിനെ പോലെ ഉണ്ട്, അതുകൊണ്ട് ഇവന് പണി കൊടുക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ തിരിച്ച് പിന്നെയും വീട്ടിലോട്ട് തന്നെ വന്നു ഫിലിം സിറ്റിയിൽ നിന്നിട്ട്. സോ അന്ന് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് തീരുമാനിച്ചത് സിനിമയിൽ ചാൻസ് കിട്ടുന്ന അത്ര എളുപ്പമല്ല, ഒരുപാട് കഷ്ടപ്പെടണമെന്നാണ് എനിക്ക് മനസ്സിലായതൊക്കെ. പക്ഷേ എൻ്റെ പക്കൽ താങ്കളുടെ 97-ലെ ഫോട്ടോയുണ്ട്. ഓ, ആ ഫോട്ടോ കണ്ടിട്ട് താങ്കൾ ആ പയ്യൻ ഫിലിമിൽ സ്റ്റാർ ആകുമോ ഇല്ലയോ എന്ന് ഒന്ന് ഉറപ്പിച്ച് പറയണം. ഇപ്പോൾ പറയൂ, ഇത് കണ്ടതിന് ശേഷം താങ്കൾക്ക് ഹീറോ ആകുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു? സർ, എല്ലാവരും പറയില്ലേ ഈ വിശ്വാസം മാത്രമാണ് ലോകത്തുള്ള ഒരു ബെസ്റ്റ് എന്ന്. ആ വിശ്വാസം കൊണ്ടാണ് പോയത്. പിന്നെ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ പകുതി പേര് അങ്ങോട്ട് എണീറ്റ് ഓടിപ്പോവും. അതിനുശേഷം താങ്കൾ അഭിനയിക്കാൻ പോയത് തമിഴിലും തെലുങ്കിലുമാണ്? അതെ സർ. ഞാൻ ഈ ബെഗേഴ്സ് ആർ നോട്ട് ചൂസേഴ്സ് എന്നുള്ളത് അറിയത്തില്ലായിരുന്നു സർ. പിന്നെ എനിക്ക് ഒരു വലിയൊരു ഓഫർ വന്നിരുന്നു. അപ്പം ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, വില്ലൻ ഓഫറൊക്കെ തരുന്ന ഇവർക്കൊരു വിഷൻ ഇല്ലല്ലോ എന്നൊക്കെ. ഈ ഡയറക്ടർക്കൊന്നും അറിയില്ല ഈ ചെറുക്കൻ ഹീറോ ആവാൻ വന്നതാണെന്നുള്ളത്. പക്ഷേ ക്യാമറയ്ക്കെതിരെ വന്നല്ലേ പറ്റൂ ഞാൻ. അപ്പോഴാണ് ഞാൻ ചെന്നൈയിലോട്ട് വന്നതൊക്കെ. ഫസ്റ്റ് ഫിലിം ഞാൻ ചെയ്തു, ആ സിനിമ നല്ലപോലെ ഹിറ്റായിരുന്നു. പിന്നെ അന്നോട്ട് എനിക്ക് നെഗറ്റീവ് റോൾസ് ആയിരുന്നു ഒരുപാട് കിട്ടാനായിട്ട് ആരംഭിച്ചതൊക്കെ, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് സത്യമല്ലേ, റോള് തരുന്ന സമയത്ത് അവർ താങ്കളുടെ ആക്ടിങ് കണ്ടില്ല? ഇല്ല സാർ, ഇല്ല. അവരെന്നെ കണ്ട ഒരു ഫസ്റ്റ് ലുക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റേ ഹൈറ്റും ബോഡിയൊക്കെ ഉണ്ട്, വില്ലനുള്ള ഒരു ഹൈറ്റും ബോഡിയൊക്കെ ഉള്ളതുകൊണ്ട് ആ റോള് കൊടുക്കാമെന്ന് വിചാരിച്ചവർ. അഭിനയിച്ച് ഞാൻ പഠിച്ചു സാർ. ഇപ്പോൾ ഒരളവിന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആരംഭം മൊത്തം ലുക്ക് വൈസ് ആണ് അവർ തന്നത്. നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഇതുകൊണ്ടാണ് സൗത്ത് ഫിലിം ചെയ്തതെന്ന്. കാരണം കോളേജിൽ വെച്ച് താങ്കൾ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് അത് തെലുങ്ക് പെണ്ണായിരുന്നു. അത് പിന്നെ സാർ, അത് പിന്നെ ഒരു ആക്സിഡൻ്റൽ പണി അങ്ങോട്ട് നടന്നതാണ്. ഞാൻ എപ്പോഴാണോ സൊണാലിയെ കണ്ടത്, അപ്പോൾ അവളൊരു തെലുങ്ക് കൊച്ചാണ്. അന്ന് ഞാൻ ഫിലിമിൽ കയറുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പറയുമല്ലേ, അതായത് തലയെഴുത്ത് ഒന്നും വിട്ടുവയ്ക്കത്തില്ല, എവിടെയാണെങ്കിലും ഇങ്ങോട്ട് തന്നെ വന്ന് ചേർക്കത്തുള്ളൂ എന്ന്. പിന്നെ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, സൗത്ത് ഇന്ത്യൻസ് ആണ് കുറച്ചുകൂടെ പഞ്ചാബീസിനേക്കാൾ നല്ലപോലെ സിനിമ എൻജോയ് ചെയ്ത് കാണുന്നതെന്നുള്ള കാര്യം. ഞാൻ പഞ്ചാബിലോട്ട് വരുമ്പോൾ അമ്മ പറയും ഇവൻ സൗത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ജനങ്ങൾ പറയും സിനിമയിൽ അഭിനയിക്കുന്നതല്ലേ, പക്ഷേ ഒരിക്കലും സിനിമ കണ്ടിട്ടില്ലല്ലോ. പിന്നെ പതിയെ അറിഞ്ഞതും ജനങ്ങൾക്ക് മനസ്സിലായി ഞാൻ സിനിമ അഭിനയിക്കുന്നുണ്ട്, ടൈം പാസ് ചെയ്യുമല്ലെന്ന്. അർജുനന് ശേഷം സർ, താങ്കളുടെ ഗ്രാമത്തിലുള്ളവരും കുടുംബത്തിലുള്ളവരും താങ്കളൊരു ഹീറോ ആവുമെന്ന് കരുതിയല്ലേ സർ? പക്ഷേ താങ്കളൊരു വില്ലനായിട്ടല്ലേ മാറിയത്? റൈറ്റ്. അപ്പോൾ അത് താങ്കൾക്ക് ഒരു നാണക്കേടായിട്ട് തോന്നിയില്ല? സർ, ആദ്യം എൻ്റെ ഡയറക്ടർ അഭിനവ് കശ്യപ്, അദ്ദേഹമാണ് എൻ്റെ ഡയറക്ടർ. അദ്ദേഹം മണിരത്നത്തിൻ്റെ യുവ എന്ന് പറഞ്ഞ ചിത്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം എന്നെ ആദ്യം ഹീറോ റോളിലാണ് ചൂസ് ചെയ്തത്. കറക്റ്റ് എന്നെ ഒരു പോലീസ് ഓഫീസറിൻ്റെ റോളിലാണ് ഇട്ടത്. അപ്പോഴാണ് അവർ ദബങ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മറ്റേ ചെറി സിംഗിൻ്റെ റോൾ തന്ന് സൽമാൻ ചുൽബുൽ പാണ്ഡ്യയുടെ റോൾ എടുത്തു. ചെറി സിംഗിൻ്റെ റോൾ വന്നപ്പോൾ ഞാനത് ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അന്ന് അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ നല്ല റോളെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് എഴുതി കൊടുക്കും, ഡയലോഗ്സൊക്കെ കുറച്ച് മാറ്റി എഴുതും. അന്ന് എനിക്ക് കുറച്ച് എഴുതാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസത്തെ ഒരു ഫുൾ സ്ക്രിപ്റ്റും ഡയലോഗും എല്ലാം എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ചെയ്തതാണ് ദബങ് റിലീസായതൊക്കെ. അപ്പോൾ ചേതി സിംഗിൻ്റെ ഡയലോഗ് താങ്കളാണോ എഴുതിയത്? ഞാനാണ് സാർ എഴുതിയത്. ഞാൻ വലിയ സിനിമയിലൊക്കെ ഡയലോഗ് എഴുതും സാർ, പക്ഷേ ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് മേടിക്കത്തില്ല. പക്ഷേ
അതിൻ്റെ ഒരുപാട് ഹിറ്റൊക്കെ ഞാനാണ് കൊടുത്തത് ഡയലോഗ് വഴി. എന്നെ സൽമാനാണ് വിളിച്ചുകൊണ്ട് പോയത്. അദ്ദേഹം എൻ്റെ അടുത്ത് എന്നാ പറഞ്ഞതെന്ന് വെച്ചാൽ, വാ നമുക്ക് കഴിക്കാൻ പോവാം, അവിടെ ഷൂട്ടിങ് സംഭവിക്കുന്നുണ്ട്, നിനക്കാണെങ്കിൽ ഹൈറ്റ് കൂടുതലാണല്ലോ, നീ കാറ് കംഫർട്ടബിളൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞത്, എന്താണ് സൽമാൻ, കുതബ് മിനാറിനും സോനു സൂദിനും ഏകദേശം ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം അന്ന് അദ്ദേഹം ഇന്ന് ഡയലോഗ് കൊള്ളാലോ, എന്താ സിനിമയിൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം അത് സിനിമയിലെടുത്ത് ഉപയോഗിച്ച്, ഗവൺമെന്റ് റൂളിനും ഛത്തീസിങ്ങിന്റെ കൈയുടെ പവറും കുറച്ച് കൂടുതലാണ്, ഇങ്ങനെയൊക്കെ എഴുതിയ ഡയലോഗാണ്. ആ സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗ്, സൽമാൻ ഖാന്റെ ഡയലോഗ്. അതെ, ഞാൻ പൊളിച്ച് കളഞ്ഞേക്കുന്നു. അതെ സാർ, അതാണ് എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട്. എനിക്ക് എഴുതുന്നതിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഞാൻ അഭിനയോടെ കൂടെ ഇരിക്കാറുണ്ട്. അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, അതായത് ഞാൻ എത്ര പൊളിക്കുന്നു നീ അതിൽ കൺഫ്യൂസ് ആവത്തുള്ളൂ എന്ന്. അവിടെ ഇവിടെയായിട്ട് കുറച്ച് റൈറ്റിങ്സ് ഒക്കെ ഉണ്ടാവും. എനിക്ക് എഴുതാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് സാർ, സോ ഞാൻ എഴുതാൻ പറയുമ്പോഴൊക്കെ എഴുതും. വില്ലൻ ക്യാരക്ടറിൽ താങ്കൾ ഹിറ്റായപ്പോ സർ, റിയൽ ലൈഫിൽ താങ്കൾ ഹീറോ ആവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു? സാർ, ഞാൻ മുംബൈയിലോട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപാട് ഫിലിംസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് 100 കോടി ബിസിനസ് ചെയ്യണമെന്ന്. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ, ജീവിതം എന്ന് വെച്ചാൽ ഇതാണ്. പിന്നെ കോവിഡ് വന്നപ്പോൾ ഞാൻ ജനങ്ങളുടെ കൂടെ കുറച്ച് മിങ്കിളാവാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് മനസ്സിലാക്കിയത്, ജീവിതത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള റോളാണ്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തിരുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എൻ്റെ ഈ സിനിമ ദൈവങ്ങളായിരുന്നു ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ഈ സിനിമ ഇപ്പോഴും നല്ലപോലെ റണ്ണിങ് ആണ് സാർ. എൻ്റെ അവസാന ശ്വാസം വരയ്ക്കിരിക്കും. ഈ സിനിമ നല്ലപോലെ ഓടണം, പിന്നെ എനിക്ക് ദൈവം ഒരുപാട് പണികൾ തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ സോനു, താങ്കൾ ഇങ്ങനെയുള്ള റോൾ ചെയ്യുന്നത് കൊണ്ട് പടത്തിലെ റോൾ മിസ്സായെന്ന് കേട്ടു. അതായത് ചിരഞ്ജീവി പറഞ്ഞു താങ്കളെ സിനിമയിൽ അടിക്കാൻ പറ്റത്തില്ല, കാരണം അടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അദ്ദേഹത്തെ അടിക്കുമെന്നോ, സത്യമാണോ? അതെ സാർ, ആക്ച്വലി അന്ന് ആക്ഷൻ സീക്വൻസ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് 2 ട്രാക്കിലായിരുന്നു. കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പ് പകുതി പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ടായി പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ 2 പടം പോകുന്നതുകൊണ്ട് ഷൂട്ടിംഗ് പകുതി സ്റ്റോപ്പായി, പിന്നെ റിട്ടേൺ വന്നു. ഇമേജ് നല്ല രീതിക്ക് മാറി. പിന്നെ ആക്ഷൻ ഡയറക്ടേഴ്സും ആക്ടേഴ്സും ഒക്കെ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ഇവനടിച്ചാൽ ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരും, അതുകൊണ്ടെല്ലാം ഒരുപാട് റീഷൂട്ടൊക്കെ അങ്ങോട്ട് പോയിരുന്നു. ഒരുപാട് റീ എഡിറ്റും ചെയ്തതാണ്. ജനങ്ങൾക്ക് എമോഷൻ കൂടുതലായതുകൊണ്ട് ഇത് വർക്കൗട്ട് ആവില്ലെന്ന് തോന്നി. ഒരുപക്ഷെ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞാലോ ഇല്ലെങ്കിൽ കോളർ തിരിച്ച് പിടിച്ചാലോ ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് വിചാരിച്ചിട്ട് എല്ലാം റീഷൂട്ടായിപ്പോയി. പക്ഷേ ഫ്രണ്ട്സും വീട്ടിലുള്ളവരും താങ്കൾ എല്ലാ സിനിമയിലും അടി വാങ്ങുന്നതായിട്ടാണ് അത് പറഞ്ഞത്. സാർ, മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നീ നല്ലപോലെ ബോഡിയൊക്കെ റെഡിയാക്കി, പക്ഷേ നീ ഒരുപാട് അടി മേടിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ അവസാനം അടി മേടിക്കത്തുള്ളൂ, പക്ഷേ അടി കൊടുക്കൂന്നൊക്കെയാണ് പറഞ്ഞത്. അവസാനം കുറച്ച് അടി മേടിക്കുന്നതൊക്കെ ഒന്നും പ്രശ്നമല്ലേ സാർ. കങ്കണ റണൌത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി താങ്കൾ ശരിക്കും ബുദ്ധിമുട്ടി, ഗുസ്തിയൊക്കെ പഠിച്ചു. പക്ഷേ സാർ, സിനിമ റിലീസായപ്പോൾ താങ്കളുടെ സീനൊന്നും ഇല്ലായിരുന്നു. സാർ അതിൽ കങ്കന ഫ്രണ്ടാണ് സാർ. ഞാൻ ആ സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ടർ കൃഷാണ്. പിന്നെ ഷൂട്ടിങ് ഫുള്ളും അങ്ങ് അവസാനിച്ചു. പിന്നെ കങ്കന എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ സിനിമ ഞാൻ പിന്നെയും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ എന്താ ഉള്ളതെന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതെന്ന്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് സീൻസ് എന്താണെന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ട്സാണ്, പക്ഷേ എങ്കിലും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയത്തില്ലെന്ന്. അങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലും ഞാൻ മറ്റേ ഒറിജിനൽ ഡയറക്ടറുടെ കൂടെ ഷൂട്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളാ പടം എടുത്താൽ ഞാൻ ആ പടത്തിൽ നിന്ന് പുറത്ത് വന്നേക്കുമെന്നായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ. പിന്നെ അതേ ഞാൻ വന്നു സാർ. പക്ഷേ കങ്കണ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, സോണു സൂദിന്റെ ഉള്ളിൽ ഒരു ഈഗോ ഉണ്ടെന്ന്. ഒരു വിമൻ ഡയറക്ടറിന്റെ താഴെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് താങ്കൾ പോയതാണെന്ന്. ഞാൻ ഫറഹാന്റെ അടുത്ത് വർക്ക് ചെയ്തു. അവരൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പെണ്ണാണ്, നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ജെൻഡർ മാറ്റല്ലേ എന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും അതുപോലെ ഒന്നുമില്ല സാർ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. ഞങ്ങൾ താങ്കളുടെ ഹിന്ദി മൂവീസ് എല്ലാം കാണാറുണ്ട്. താങ്കൾ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തമിഴ്, തെലുങ്കു മൂവീസിൽ നിന്നല്ലേ? പക്ഷേ താങ്കൾ ഒരു പഞ്ചാബി അല്ലേ? അതെ. താങ്കൾ അഭിനയിച്ച തമിഴ്, തെലുങ്കു മൂവിയിലെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായേനെ. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒരു തമിഴ് ഫിലിമാണ്. സിനിമയുടെ പേര് കല്ലഴകറാണ്. അന്ന് അവരെനിക്കൊരു വലിയ ഡയലോഗ് തന്നിരുന്നു. ഞാൻ അതൊരു ക്യാമറ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. കാരണം പുതിയ ജീവിതം, പുതിയ ജനങ്ങൾ, പുതിയ ഭാഷ. ആ ഡയലോഗ് മുഴുവനും ഞാൻ പഠിച്ചെടുത്തു. അപ്പം ഞാൻ പോയി പറയുമ്പോൾ ചില ഡയലോഗൊക്കെ ഇങ്ങനെയായിരുന്നു. कि साक्षात अंदर याने मुग्धन विनायक पेरुमाने करुणोदय कपतना वेरे मनसला नाम वेरिकलो देवनिंदाय आगदा तो समथिंग लाइक दैट. അപ്പം അന്ന് ആ ഡയറക്ടർ ഭയങ്കര സന്തോഷപ്പെട്ടു. നീ ഭയങ്കര ഫോക്കസ്ഡ് ആയ ഒരാളാണെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഈ വണ്ടി ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്, തെലുങ്കു ഒക്കെ ഓക്കെ സാർ. പക്ഷെ താങ്കൾ ചൈനീസ് ഫിലിമിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതെ സാർ, ചൈനീസ് മാത്രമല്ല മറാത്തി സിനിമ പോലും ഞാൻ ചെയ്തിരുന്നു. ഒരുപാട് സിനിമകൾ വേറെ ഭാഷയിൽ ഞാൻ ചെയ്തിരുന്നു. ചൈനയിൽ ജാക്കി ചാൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ വന്നിരുന്നു. അപ്പം ഞാൻ അദ്ദേഹം വിളിച്ചപ്പോൾ പഞ്ചാബിലായിരുന്നു. അപ്പോൾ ഫോണിൽ വി ആർ കോളിംഗ് ഫ്രം ജാക്കി ചാൻ പ്രൊഡക്ഷൻസ്.
യു വോണ്ട് ടു ഡു ദിസ് ഫിലിം എന്നാണ് പറഞ്ഞത് അവര്. അതിനുശേഷമാണ് ഞാൻ ചൈനയ്ക്കൊക്കെ പോയത്. പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, കുംഫു യോഗ. അതെ, കുങ്ഫു യോഗ സാർ. പക്ഷേ മറ്റുള്ള പടങ്ങളുടെ പേര് ഒന്നുപോലും അറിയില്ല. സാർ എനിക്ക് പോലും അറിയത്തില്ല. അതിരിക്കട്ടെ, ചൈനീസിലെ ഡയലോഗ് വല്ലതും ഓർമ്മയുണ്ടോ? സാർ ആ സമയത്തിനപ്പുറം ഞാൻ ഒരുപാട് പഠിച്ചിരുന്നു. കാരണം ഒരുപാട് ഭാഷകൾ ചെയ്തല്ലോ. അവരടുത്ത് സംസാരിച്ചത് പഠിച്ചു. ജാക്കി ചാൻ സംസാരിക്കുന്നത് കണ്ട് അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുന്നതൊക്കെ ഞാൻ പഠിച്ചെടുത്തിരുന്നു. പിന്നെ ഒരു 6-7 വർഷം സമയം ഗ്യാപ്പൊക്കെ ആയിപ്പോയി സാർ. പിന്നെ ഇപ്പൊ ഒന്നും അത്ര ഓർമ്മയില്ല. പക്ഷേ വളരെ നല്ലതായിരുന്നു സാർ അത്. ഓഡിയൻസിന് വല്ല ചോദ്യം ചോദിക്കണോ? സർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾക്ക് ബംഗാളി രസഗുള വലിയ ഇഷ്ടമാണ്. അതെ. താങ്കൾക്ക് ബംഗാളി രസഗുള വാങ്ങി തന്നാൽ എന്ത് ജോലി ചെയ്യുമെന്നും കേട്ടിട്ടുണ്ട്. അതെ. ഇത് സത്യമാണോ സാർ? എനിക്ക് ആക്ച്വലി എനിക്ക് മറ്റേ രസഗുള ഭയങ്കര ഒരു വീക്ക്നെസ് ആണ്. യുനോ കോളേജ് സമയത്ത് ഈ റാഗിങ് ഒക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റേ ഈ ബീഹാറിലെ പിള്ളേരൊക്കെ ഉണ്ടാവും. അവരൊക്കെ കാണാൻ ഭയങ്കര വലുതായിരിക്കും. ഇപ്പോൾ റാഗിങ്ങിൽ ഇതാണ് സംഭവിക്കുന്നത്. റാഗിങ്ങിൽ ജൂനിയേഴ്സിനെ വിളിച്ചിട്ട് എടാ നീ കൊച്ചു പയ്യനെ നീ 25 രസഗുള മേടിച്ചോണ്ടോ. രസഗുള മേടിച്ചോണ്ടെന്ന് എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കും. അത് ഇന്നും ഉണ്ടെന്നാണ് കേട്ടത്. പക്ഷേ പ്രൊഫഷണലി ഇന്ന് അലൗഡ് അല്ലല്ലോ ശരിക്കും ഇതൊക്കെ. പിന്നെ ഞങ്ങളെ കൊണ്ടത് കഴിക്കാൻ കഴിയത്തില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു വീക്ക്നെസ് തന്നെയാണ് എനിക്ക്. അവർക്ക് മേടിച്ചു കൊടുത്താൽ ഞാൻ പക്ഷേ വീക്കായി താങ്കളുടെ സഹോദരി പറഞ്ഞത് താങ്കൾക്ക് രസഗുള വാങ്ങിച്ചു കൊടുത്താൽ താങ്കൾ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യുമെന്ന്, വേണമെങ്കിൽ പാട്ടും കൂടി പാടുമെന്ന്. സാർ പാട്ടൊന്നും വേണ്ട. അത്ര ജനങ്ങൾ എന്നെ പാട്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞ എന്റെ രസഗുള തരത്തില്ല സാർ. സോണു, താങ്കളുടെ അമ്മയുടെ ഒരു ലെറ്റർ ഞാൻ വായിച്ചിരുന്നു. സാർ. അമ്മ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, നീ ഞങ്ങളുടെ പേര് സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ആ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ അത് അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രശസ്തി നേടുമ്പോൾ പ്രശ്നങ്ങളും കൂടെ വരും. അതെ. പ്രശസ്തി വരുമ്പോൾ കുറ്റങ്ങളും വരും. ചില കുറ്റാരോപണങ്ങൾ എൻ്റെ പക്കലും ഉണ്ട്. സാർ